നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 8 ശനിയാഴ്ചയാണ്. ഇടവം 25. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് നാളെയാണ്. പ്രധാനമന്ത്രിയും 57 കേന്ദ്രമന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് വിവരം. ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരാൻ പോകുന്നു. യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കും. മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എത്തും, ആരുടെയൊക്കെ പേരുകളാണ് പരിഗണിക്കുന്നത് എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരാൻ പോവുകയാണ്. ഉറപ്പായും അതുതന്നെയായിരിക്കും ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. പ്രഭാത വാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് 7:15 ചടങ്ങ്. മുതിർന്ന BJP നേതാക്കൾക്കൊപ്പം ഘടകകക്ഷി മന്ത്രിമാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സർക്കാർ രൂപീകരണത്തിനായി രാഷ്ട്രപതി ഇന്നലെയാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ രാഷ്ട്രപതിക്ക് മുമ്പാകെ നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലും. പ്രധാനമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്ന നരേന്ദ്രമോദിക്കൊപ്പം 57ഓളം മന്ത്രിമാരും അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടിൽ തകൃതിയായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേപ്പാൾ, ശ്രീലങ്ക, മാലാദ്വീപ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും. മൂന്നാം തവണ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ജനക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കും. നിയുക്ത കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഇന്ന് വൈകിട്ടോടുകൂടി രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് വിവരം. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തിയാകും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മൂന്നാം മോദി മന്ത്രിസഭയിൽ മുൻ മന്ത്രിസഭയിലെ പ്രധാന നേതാക്കളെല്ലാം തുടരുമെന്ന് സൂചന. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടർന്നേക്കും. കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് പുറമെ രാജീവ് ചന്ദ്രശേഖറും മന്ത്രിസഭയിൽ ഉൾപ്പെടാനാണ് സാധ്യത. നിർണായക വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകേണ്ട എന്നാണ് BJPയുടെ തീരുമാനം. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും തുടരും. നിതിൻ ഗഡ്കരി, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ അടക്കം രണ്ടാം മോദി മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാർ എല്ലാവർക്കും ഇത്തവണയും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. BJP അധ്യക്ഷൻ JP നഡ്ഡയും മന്ത്രിസഭയിലുണ്ടാകും. മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്ടാർ എന്നിവരും ഇത്തവണ മന്ത്രിമാരാകും. കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാജീവ് ചന്ദ്രശേഖരനും മന്ത്രിസഭയിൽ ഇടമുണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മന്ത്രിസഭയിൽ എടുക്കുന്നതും പരിഗണനയിലുണ്ട്. കർണാടകയിൽ HD കുമാരസ്വാമിയടക്കം 3 മന്ത്രിമാർ ഉണ്ടാകും. രണ്ടാം മോദി മന്ത്രിസഭയിൽ BJPക്ക് തലവേദനയായ റെയിൽവേ വകുപ്പ് JDUവിനും കൃഷിവകുപ്പ് TDPക്കും നൽകുന്നത് പരിഗണനയിലുണ്ട്. മൂന്നാം മോദി മന്ത്രിസഭയിൽ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ അവസരം നൽകുമെന്നാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. 24, ഡൽഹി. കേവല ഭൂരിപക്ഷമില്ലാതെ അധികാരത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാകും ഉണ്ടാവുക? രാഷ്ട്രീയ നിരീക്ഷകർ ജിജ്ഞാസയോടെ ഉറ്റുനോക്കുന്ന ചോദ്യമാണിത്. കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൗശലമുണ്ടായാൽ മാത്രമേ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിയൂ. എല്ലാ കടിഞ്ഞാണുകളും അമിത്ഷാ വഴി സ്വന്തം കയ്യിലൊതുക്കിയാണ് 1ഉം 2ഉം സർക്കാരുകളെ നരേന്ദ്രമോദി ചലിപ്പിച്ചത്. നയപരമായ തീരുമാനങ്ങൾ പലതും കൈക്കൊണ്ടപ്പോൾ മന്ത്രിസഭയിൽ പോലും ചർച്ചകൾ ഉണ്ടായില്ല. അർദ്ധരാത്രിയിലെ നോട്ട് നിരോധനം ടെലിവിഷനിലൂടെ അറിഞ്ഞ് അമ്പരന്നിരുന്ന കേന്ദ്രമന്ത്രിമാരുടെ കഥ ഇപ്പോഴും ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേൾക്കാം. ഒരു സംവിധാനത്തോടും ചോദിക്കാതെ, ആരോടും ആലോചിക്കാതെ, പാർട്ടിയുടെ പോലും അനുവാദം തേടാതെയായിരുന്നു നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ. 10 വർഷത്തിനിപ്പുറം ഘടകകക്ഷികളുടെ ചുമലിലേറി അധികാരമേൽക്കാനെത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് ഇനി ആ ശൈലി പിന്തുടരാനാകില്ല. വിലപേശാൻ നന്നായി അറിയാവുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങളിൽ റഫറിയെ പോലെയാകും പ്രവർത്തിക്കുക. ചുരുക്കത്തിൽ ഘടകകക്ഷികൾ ഉയർത്തുന്ന ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നരേന്ദ്രമോദിക്ക് ഏറെ പണിപ്പെടേണ്ടതായി വരുമെന്നതാണ് വസ്തുത. തന്റെ 1ഉം 2ഉം സർക്കാരിന് സമാനമായി മൂന്നാം സർക്കാരിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഘടകകക്ഷികൾക്ക് മേൽ നരേന്ദ്രമോദിക്ക് മേൽക്കൈ നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിന് സാധിച്ചാൽ മാത്രമേ കൂട്ടുകക്ഷി സർക്കാർ സുഗമമായി മുന്നോട്ടു പോകൂ. അഗ്നിവീർ, ആന്ധ്രാപ്രദേശിലെ മുസ്ലിം സംവരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിനകം ഘടകകക്ഷികൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. 1ഉം 2ഉം മോദി സർക്കാരുകളുടെ നിലപാടിന് കടകവിരുദ്ധമാണിത്. കൂടിയാലോചനകൾക്ക് വേണ്ടി NDAയിൽ ഒരു ഉന്നതാധികാര സമിതിയടക്കം രൂപീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിവരം.
ഘടകകക്ഷികളുടെ സമ്മർദ്ദം മാത്രമല്ല, വരിഞ്ഞുമുറുക്കാൻ RSS ഇക്കുറി രംഗത്തുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാകും മൂന്നാം സർക്കാരിനെ നരേന്ദ്രമോദിക്ക് നയിക്കേണ്ടി വരിക എന്നതാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ഇന്നാണ്. വൈകിട്ട് 5:30 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചേരുന്ന പാർലമെന്ററി പാർട്ടി മീറ്റിംഗിലാകും രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുക. പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സോണിയാഗാന്ധി തന്നെ തുടരാനാണ് സാധ്യത. 10 വർഷത്തിനു ശേഷമാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് കോൺഗ്രസ് വീണ്ടും എത്തുന്നത്. ഒരു പാർട്ടിക്കും 10% സീറ്റുകൾ നേടാനാകാത്തതിനാൽ 2014 മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. 52-ൽ നിന്ന് 101 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് മുൻതൂക്കം. 2019-ൽ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കും. തെരഞ്ഞെടുപ്പ് ഫലം രാഹുലിന്റെ സ്വീകാര്യത കൂട്ടിയതും സമ്മർദ്ദത്തിന് കാരണമാകും. രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ ഇന്ത്യാ സഖ്യത്തിനും എതിർപ്പില്ല. ഗുജറാത്ത്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടും ബംഗാളിലും മധ്യപ്രദേശിലുമേറ്റ തിരിച്ചടി യോഗത്തിൽ ചർച്ചയാകും. 24, ഡൽഹി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായാൽ ഇന്ത്യ മുന്നണി ചെയർമാൻ പദത്തിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങി കോൺഗ്രസ്. മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനം ശരത് പവാറിനോ അഖിലേഷ് യാദവിനോ നൽകാനാണ് നീക്കം. പ്രതിപക്ഷ നേതൃസ്ഥാനവും അധ്യക്ഷ സ്ഥാനവും ഒരു പാർട്ടിയിൽ നിന്ന് വേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് പിന്നാലെ ചെയർമാൻ സ്ഥാനവും കൺവീനർ സ്ഥാനവും മുന്നണിയിൽ സജീവ ചർച്ചയായിരുന്നു. ഇന്ന് NDAയ്ക്കൊപ്പമുള്ള നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് അന്ന് പരിഗണിച്ചിരുന്നെങ്കിലും നിതീഷ് താൽപര്യം പ്രകടിപ്പിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യം നിലനിന്നതിനാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഭൂരിപക്ഷ നേതാക്കളും ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 101 സീറ്റ് ലഭിച്ചതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അധ്യക്ഷസ്ഥാനത്ത് മല്ലികാർജ്ജുൻ ഖർഗെ തുടരുന്നതിനാൽ മുന്നണിയുടെ അധ്യക്ഷസ്ഥാനം ഒഴിയാൻ ഖർഗെ താൽപര്യമറിയിച്ചതായാണ് വിവരം. ഘടകകക്ഷി നേതാക്കളിൽ ഒരാൾക്ക് മുന്നണിയുടെ അധ്യക്ഷസ്ഥാനം നൽകാനാണ് ശ്രമം. അങ്ങനെയെങ്കിൽ ശരത് പവാറിനാകും അധ്യക്ഷസ്ഥാനം. ശിവസേന, ഉദ്ധവ് വിഭാഗവുമായി അടുത്ത ബന്ധം പവാറിനുള്ളതുകൊണ്ടുതന്നെ അധ്യക്ഷസ്ഥാനം നൽകുന്നതിലൂടെ ആ കെട്ടുറപ്പ് ദൃഢമാകും. UPയിലെ വിജയം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ സൃഷ്ടിച്ചതുകൊണ്ടുതന്നെ അഖിലേഷ് യാദവിന്റെ പേരും അധ്യക്ഷസ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം വിശാല യോഗം ചേരാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ആ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം ആർക്കെന്നതിൽ അന്തിമ തീരുമാനമാകും. 24, ഡൽഹി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അങ്കമാലി പറകുളത്ത് വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ജാതിക്ക ഉണക്കുന്ന ഡ്രയറിൽ നിന്നും തീപിടിച്ചതാണ് എന്നാണ് സംശയം. ഒരാൾ പൊള്ളലുകളോടെ രക്ഷപ്പെട്ടു. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ദാരുണമായ സംഭവമാണ്. രാവിലെ തന്നെ ഒരു വലിയ അപകടത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത്? ശ്രീജിത്ത്, അങ്കമാലി പറകുളത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അതായത് അങ്കമാലി കോടതിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ തീപിടിക്കുകയായിരുന്നു. ജാതിക്ക ഉണക്കുന്ന ഡ്രയർ, അതിൽ നിന്ന് തീപിടിച്ചതാണ് എന്നുള്ളതാണ് സംശയം. ബിനീഷ് എന്നയാൾ, ബിനീഷിന്റെ ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. ബിനീഷിന്റെ മാതാവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു, പൊള്ളലുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് ഒക്കെ എത്തി അപ്പോഴേക്കും ഈ തീയൊക്കെ കെടുത്തി. പക്ഷേ അപ്പോഴേക്കും ഈ മരണം സംഭവിച്ചിരുന്നു. 4 പേരാണ് മരിച്ചിട്ടുള്ളത്. ദാരുണമായ സംഭവമാണ് രാവിലെ കേൾക്കാനുള്ളത്. ശ്രീകാന്ത്, ഈ പുലർച്ചെയായതുകൊണ്ട് നാട്ടുകാരുമൊക്കെ അറിഞ്ഞത് വൈകിയാണോ ശ്രീകാന്ത്? സ്വാഭാവികമായും അതുതന്നെയാണ് ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരൊക്കെ അറിഞ്ഞ് ഓടിയെത്തി. അപ്പോഴേക്കും ഈ തീ പടർന്നു പിടിച്ചിരുന്നു. 2 നില വീടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജാതിക്ക ഉണക്കുന്ന ഡ്രയർ, അത് കുറച്ച് വലിയ യൂണിറ്റ് പോലെയാണ്. അത് ഈ വീടിന്റെ തൊട്ടടുത്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്നും തീ പടർന്നു പിടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. ബാക്കിയൊക്കെ ഇനി അന്വേഷണത്തിൽ കൂടി മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ എത്തിയാണ് തീ അണച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ താമസിച്ചു പോയി. 4 പേർ മരണപ്പെട്ടു. ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരണപ്പെട്ടത്. ഇതിൽ ബിനീഷിന്റെ മാതാവ് പൊള്ളലുകളോടെ രക്ഷപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. അത് റീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഈ സംഭവം ഉണ്ടായി. ഓടിയെത്തി രക്ഷപ്പെടുത്തുന്നതിലേക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ശ്രീകാന്ത്, ഈ ഒരാൾ പൊള്ളലുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ശ്രീകാന്ത്? പരിക്കുകൾ അത്ര പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. ആശുപത്രി വിവരങ്ങളൊക്കെ തന്നെ ഇനി വേണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. കിട്ടുന്ന വിവരം അനുസരിച്ച് വലിയ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അല്പസമയത്തിനകം ആശുപത്രി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം കൂടി നമുക്ക് നൽകാൻ സാധിക്കും. പക്ഷേ ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 മരണവും സ്ഥിരീകരിച്ചു. പൊള്ളലേറ്റുള്ള മരണം തന്നെയാണ്. അവർക്ക് എന്തുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വേണം മനസ്സിലാക്കേണ്ടത്. പോലീസൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തു. ഈ ഡ്രൈവറിൽ നിന്ന് തന്നെയാണോ മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി, എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ പോലീസ് കേസെടുത്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതാണ്. ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ്. കെ സുധാകരൻ നാളെ തൃശ്ശൂരിലേക്ക് എത്താൻ പോകുന്നു. ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന്? ഒപ്പം ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന പോലീസ് നടപടിയുടെ വിവരങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുണ്ടാകും അതാണ് ഇന്നലെ DCCയിൽ അരങ്ങേറിയത്. ഈ സംഭവത്തിൽ KPCC തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. അതും ഈ സജീവൻ കുര്യച്ചിറ എന്ന ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റിനെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 20 പേർക്കെതിരെയാണ്, DCC പ്രസിഡന്റ് ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള TN ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, TM രാജീവ്, പ്രമോദ്, വിമൽ, വിനോദ് തുടങ്ങിയവർക്കെതിരെയാണ് 7 പേർക്കെതിരെയാണ് കേസ്. അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 20 ബാക്കിയുള്ളവർ കണ്ടാൽ അറിയാവുന്ന പ്രതികളാണ്. അങ്ങനെ ആകെ 20 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സജീവൻ കുര്യച്ചിറ നിലവിൽ തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നലെ അരങ്ങേറിയ സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാടിലാണ് DCC നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. FIRൽ തന്നെ സജീവൻ കുര്യച്ചിറ നൽകിയിരിക്കുന്ന പരാതി പ്രകാരമാണ്. അതായത് DCCയിലേക്ക് വരുന്ന സമയത്ത് താനാണ് DCCക്ക് മുന്നിൽ ഈ പോസ്റ്റർ പതിപ്പിച്ചത് എന്ന മുൻവൈരാഗ്യത്തോടു കൂടിയാണ് ആരോപിച്ചുകൊണ്ട് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് സജീവൻ കുര്യച്ചിറ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി DCCക്ക് മുന്നിൽ ഈ വലിയ രീതിയിൽ നേതൃത്വത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നലെ കൂട്ടത്തല്ലിലേക്ക് കലാശിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ KPCC വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. സമാന്തരമായി തന്നെ ഇപ്പോൾ ഈ സംഭവത്തിൽ പോലീസും കേസെടുത്തിരിക്കുന്നു. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം. ആത്മവിമർശനവും തിരുത്തലും വേണം. കേഡർ വോട്ടുകൾ ചോർന്നെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രാഥമിക ചർച്ചകൾ നടന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനമുയർന്നു. വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. കൂടുതൽ വോട്ട് പോയത് കോൺഗ്രസിലേക്കാണ്. BJPയിലേക്കും വോട്ട് പോയി. ഇത് ഗൗരവത്തോടെ കാണണം. കേഡർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതായും ചിലർ പറഞ്ഞു. BJPയിലേക്ക് വോട്ടുകൾ പോകുന്നത് അപകടകരമാണ്. കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചുപിടിക്കാം. BJPയിലേക്ക് പോകുന്നത് തിരിച്ചെത്തിക്കുക എളുപ്പമല്ലെന്നും വിലയിരുത്തലുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിരുന്നു. 24 തിരുവനന്തപുരം. LDFിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ CPIM CPI ഉഭയകക്ഷി ചർച്ച ഇന്ന്. തിങ്കളാഴ്ച ചേരുന്ന LDF യോഗത്തിന് മുമ്പ് പ്രശ്നം പരിഹരിക്കാനാണ് CPIMന്റെ നീക്കം. ഇന്ന് രാവിലെ 9:30 AKG സെന്ററിലാണ് CPIM CPI ഉഭയകക്ഷി ചർച്ച നടക്കുക. ഇന്നലെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചുമതലപ്പെടുത്തിയിരുന്നു. CPIയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുമായും ചർച്ച നടത്തും. CPIക്ക് രാജ്യസഭാ സീറ്റ് നൽകുകയും കേരള കോൺഗ്രസ് എമ്മിന് മറ്റ് പദവികൾ നൽകി അനുനയിപ്പിക്കുകയും ചെയ്യുന്നതാണ് പരിഗണനയിലുള്ളത്. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന് പാർലമെന്റിൽ പ്രാതിനിധ്യം ഇല്ലാതായി. ഈ പശ്ചാത്തലത്തിൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് ആവശ്യം. ഇതിന് പുറമെ RJDയും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് വിഭജനത്തിലെ അന്തിമ തീരുമാനത്തിനായി വരുന്ന തിങ്കളാഴ്ച LDF യോഗം ചേരും. 24 തിരുവനന്തപുരം.
സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തമിഴ്നാടിനും സമീപ പ്രദേശത്തായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ ലോക 1-ാം നമ്പറും നിലവിലെ ചാമ്പ്യനുമായ ഇക്ക ഷ്വിതെക് ഇറ്റാലിയൻ താരം ജാസ്മിൻ പൗളിനിയെ നേരിടും. വൈകിട്ട് 6:30 മത്സരം. തുടർച്ചയായ 3-ാമത്തെയും ആകെ 4-ാമത്തെയും ഫ്രഞ്ച് ഓപ്പൺ കിരീടം ലക്ഷ്യമിട്ടാണ് ഇഗ കോർട്ടിൽ എത്തുക. ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് പൗളിനിയുടെ ഉന്നം. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ്, അലക്സാണ്ടർ സ്വരേവ് ഫൈനൽ. അൽക്കാരസ് യാനിക് സിന്നറെയും സ്വരേവ് കാസ്പർ റൂഡിനെയും തോൽപ്പിച്ചാണ് കലാശക്കളിക്ക് യോഗ്യത നേടിയത്. ഞായറാഴ്ചയാണ് ഫൈനൽ. 1 വീതം വിംബിൾഡൺ, US ഓപ്പൺ കിരീടങ്ങൾ നേടിയിട്ടുള്ള അൽക്കാരസിന്റെ ലക്ഷ്യം ആദ്യ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ്. അതേസമയം ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് സ്വരേവിന്റെ ലക്ഷ്യം. വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കിയ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ ജയിൽ മോചിതനായി. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ജയിൽ മോചിതനായത്. തന്നെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചെന്ന് റൂബിൻ ലാൽ പറഞ്ഞു. പലതവണ അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക് വധഭീഷണി മുഴക്കി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ തന്നെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചു നിർത്തിയെന്നും റൂബിൻ പറഞ്ഞു. തന്റെ മകന്റെ ജീവനിൽ തന്നെ ആശങ്കയുണ്ടെന്ന് അമ്മ രജനി മണിലാലും പ്രതികരിച്ചു. വയനാട് മൂലങ്കാവ് ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 5 പേർക്ക് സസ്പെൻഷൻ. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് കത്രിക കൊണ്ട് കുത്തേറ്റത്. വിദ്യാർത്ഥിയെ ഡിസ്ചാർജ് ചെയ്യാൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായതായി ശബരിനാഥന്റെ ബന്ധുക്കൾ ആരോപിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് ശബരിനാഥനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. മർദ്ദനത്തിനിടെ കത്രിക കൊണ്ട് കുത്തി. നെഞ്ചിലും മുഖത്തുമാണ് പരിക്ക്. ഒരു ചെവിയിൽ കമൽ ധരിച്ചിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തുളഞ്ഞുകയറിയ കമൽ ആശുപത്രിയിൽ എത്തിയാണ് പുറത്തെടുത്തത്. വിദ്യാർത്ഥിയെ ആദ്യം നായക്കട്ടിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അധ്യാപകരാണ്. ബന്ധുക്കളെത്തി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചെവിക്ക് ഇടി കിട്ടിയിട്ടുണ്ട്, തലയ്ക്കുണ്ട്, മൂക്കിന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം 5-6 പേരും കൂടെ അടിച്ച് താഴേക്ക് ഇട്ടിട്ടാണ് ഇവർ കുട്ടികൾ മർദ്ദിച്ചിരിക്കുന്നത്. ബത്തേരി ആശുപത്രിയിൽ രാത്രിയിൽ വന്ന ഡ്യൂട്ടി ഡോക്ടർ മതിയായ ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നും പരിക്ക് ഗുരുതരമായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ സമ്മർദ്ദപ്പെടുത്തിയെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഇവിടുന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടതായ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല. അവർ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയോ കളികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും വയ്യാതെ കിടക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്നത്. കുട്ടിയെ പിന്നീട് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂളിൽ അച്ചടക്ക സമിതി ചേർന്ന് 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. പോലീസ് ഇന്നലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തി വിവരങ്ങൾ തേടി. ഇന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. അമ്പലവയൽ MG റോഡിൽ ലക്ഷ്മി വിഹാറിലെ ബിനേഷ് കുമാർ, സ്മിത ദമ്പതികളുടെ മകനായ ശബരിനാഥൻ ഈ വർഷമാണ് മൂലങ്കാവ് സർക്കാർ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ചേർന്നത്. 24 വയനാട്. ഈ റിപ്പോർട്ടോടുകൂടി പ്രഭാത വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്.